ചേച്ചിക്ക് സീരിയലിലേക്ക് വന്നു കഴിഞ്ഞപ്പോ സിനിമയിലേക്ക് ചാൻസ് കുറയുമെന്നുള്ള ഇത് പേടി ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു പേടിയല്ല. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചോളൂ. സിനിമ മാത്രമേ ചെയ്യുള്ളൂ, സീരിയൽ മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെ ഇല്ല. നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുക. അത് നമ്മുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സീരിയൽ ചെയ്യാൻ കാരണം ഞാൻ ആദ്യം ചെയ്യുന്നത് KK രാജീവ് സാറിൻ്റെ അനുരാഗാനം പോലെ എന്ന് പറയുന്ന സീരിയല്. അത് എനിക്കിവിടെ വീട്ടിൽ നിന്ന് 20 മിനിറ്റ് സമയമുള്ളൂ ലൊക്കേഷനിലേക്ക്. പിന്നെ രാജീവ് സാറിൻ്റെ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരാഗ്രഹം ഉണ്ടാവും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. കാരണം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു എൻ്റെ അട്രാക്ഷൻ. അപ്പോൾ അങ്ങനെ അത് ചെയ്തു നോക്കി. ഓക്കെ, ഗുഡ്, നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്ക് വീട്ടിലെ കാര്യങ്ങളും ഇപ്പോൾ ഷെഡ്യൂൾ 15 ദിവസമാണ്. ആ 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അതിലും ചെയ്യാം. നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഗുഡ്. അതിൻ്റെ ഇടയ്ക്ക് സിനിമയിലേക്കുള്ള വിളികൾ വരുമ്പോൾ അതും ചെയ്യും. ചേട്ടൻ അഭിനയിക്കുന്നില്ലേ? ഞാൻ അഭിനയിച്ചല്ലോ. ഏതിലാ? ഞാൻ എന്റെ സിനിമയൊന്നും കണ്ടില്ലേ? ഇല്ല. ഓ മൈ ഗാഡ്. ഏതായിരുന്നു? ഓ മൈ ഗോഡ്. CD തന്നൂടാ. ഞാൻ അഭിനയിച്ച പടത്തിന്റെ. മറ്റേ പള്ളിയിൽ എന്തെങ്കിലും? അല്ല, ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ഞാനും പൃഥ്വിരാജ്, രാജേട്ടൻ, മണിയമ്പിള്ള രാജേട്ടൻ, പിന്നെ ഷറഫുദ്ദീൻ, അല്ലേ, അവരൊക്കെ ഇല്ലായിരുന്നു അതിനകത്ത്. പാവാടയിലുണ്ടായിരുന്നല്ലേ? പിന്നെ എന്ത് പറ്റി പിന്നീട് എന്നെ ഒരുപാട് സിനിമകളിലേക്ക് ആരും വിളിച്ചില്ല. ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പോകണമെന്ന്. ആരെങ്കിലും വിളിച്ചാലേ നമുക്ക് എല്ലാം പറ്റുള്ളൂ.